എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണിത്. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഞാൻ അതെല്ലാം പിന്നെയും ആവർത്തിക്കണം എന്ന് കരുതുന്നില്ല. പക്ഷേ ഈ വികസന കാര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജ പ്രചരണങ്ങൾ, പച്ചക്കള്ളം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, ജനങ്ങളെ പറ്റിച്ച്, വ്യാജമായ പ്രതീതികൾ സൃഷ്ടിച്ച് ജനങ്ങളെ ഒരു പുകമറയിലാക്കി വോട്ട് തട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത്. അതിനെതിരായ ജാഗ്രത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും നമ്മുടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം. ഈ കാലഘട്ടം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം അതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്കാവണം. ഒപ്പം ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മലയാളിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നതാണ്. അതിന്റെ അർത്ഥം ഇന്ത്യയിൽ മറ്റെവിടെയും കേരളം പോലെ സമാധാനപരമായ മനുഷ്യജീവിതം സാധ്യമാകുന്നില്ല എന്നതാണ്. വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യരെ കൊന്നു തള്ളുന്ന നിഷ്ഠൂരമായ അനുഭവങ്ങളാണ് ഓരോ ദിവസവും വാർത്തയായി പുറത്തു വരുന്നത്. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. എത്രയെത്ര അനുഭവങ്ങൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്കും ഈ വർഗീയതയുടെ അതിക്രമം കടന്നു വരുന്നു. ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ്. നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ്, മൃഗീയമായി അഷറഫിനെ അടിച്ചു കൊന്നത് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്താണ്. രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ്. പക്ഷെ അതിർത്തിക്കപ്പുറത്താണ്. അതിർത്തി കടന്ന് കേരളത്തിലേക്ക് ഈ വിദ്വേഷത്തിന്റെ ശക്തികൾ ഇപ്പോ കാണാനില്ല. അതെവിടെ പോയി? കേരളത്തിലെ വർഗീയവാദികൾ കൂട്ടത്തോടെ രാജ്യം വിട്ടുപോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. മാളം വിട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല 10 വർഷമായി. എന്തുകൊണ്ട്? ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രചാരവേലയുമായി കേരളത്തിന്റെ സമാധാനം തകർക്കാൻ, നിരപരാധികളായ മനുഷ്യരെ വർഗീയ സംഘർഷങ്ങളിൽ കൊന്നുതള്ളാൻ, നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ ഏതെങ്കിലും ശക്തികൾ രംഗത്തിറങ്ങിയാൽ ചെങ്ങല വെച്ച് തുറങ്കിലടയ്ക്കപ്പെടും ഈ കേരളത്തിലെന്ന നല്ല ബോധ്യം ഇത്തരക്കാർക്കുണ്ട്. അതിന് പറ്റുന്ന കരുത്തുറ്റ ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ LDF സർക്കാർ. അതുകൊണ്ട് തൽക്കാലം പുറത്തിറങ്ങാനാവാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എല്ലാ വർഗീയ ശക്തികളും. പക്ഷെ UDFന്റെ കാലത്തോ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴോ എന്തായിരുന്നു സ്ഥിതി? നമ്മുടെ നാട് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഗീയ സംഘർഷങ്ങളുടെ, കലാപങ്ങളുടെ ഒരു കാലം. എത്ര നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു. ഈയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീണ് മരിച്ചു. നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കാലം ഞാനിവിടെ ഓരോന്നായി വിശദീകരിക്കുന്നില്ല. മാറാട് ഉൾപ്പെടെ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ട്. അതെല്ലാം ആവർത്തിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 10 വയസ്സ് മാത്രം പ്രായമായ ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുന്നീസയെ അന്ന് പാലക്കാട്ട് വെച്ച് പോലീസ് വെടിവെച്ച് കൊന്നു. അതായിരുന്നു കാലം. വർഗീയ സംഘർഷങ്ങളുടെ, പോലീസ് വെടിവയ്പ്പുകളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാലൻ കണക്കിന് മനുഷ്യരക്തം ഒഴുകിപ്പടർന്ന ഒരു കാലം, അശാന്തിയുടെ കാലം. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് UDF സർക്കാർ അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് ഒരു വർഗീയവാദിക്കുമെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സാധിക്കുമായിരുന്നില്ല. വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാഡിയക്കെതിരെ കോഴിക്കോട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടുമടക്കി മണിക്കൂർ വെച്ച കേസ് പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്.
വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു അത്. നമ്മുടെ തിരുവനന്തപുരം MG കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ RSS ക്രിമിനൽ സംഘം ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അയാളുടെ കാല് ചിതറിപ്പോയി. സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു. പക്ഷേ RSSന്റെ ആജ്ഞ വന്നു, ഇപ്പൊ പിൻവലിക്കണം കേസ്. പിൻവലിച്ചു കൊടുത്തു. ഇത് RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മാത്രമല്ല മുട്ടുമടക്കിയത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രമാദമായ പല കേസുകളും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ പ്രതികളായ കേസുകൾ ആ കാലത്ത് പിൻവലിക്കപ്പെട്ടു. പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് ഏജന്റന്മാരാണ് ജോലി ചെയ്തത്. ഇരു വർഗീയ ശക്തികളും ഇരു വർഗീയവാദികളും ഹൈജാക്ക് ചെയ്ത ഒരു ഭരണമായിരുന്നു UDFന്റെ ഭരണം. അതുകൊണ്ടോ നാട്ടിൽ വർഗീയ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ നിസ്സഹായരായി മൂകസാക്ഷിയായി ഗവൺമെന്റ് നോക്കി നിന്നു. നമ്മുടെ നാടിന്റെ സമാധാനം എമ്പാടും തകർന്നു പോകുന്നതിനാണ് നാട് സാക്ഷ്യം വഹിച്ചത്. ആ കാലമായിരുന്നു മുമ്പ്. ഇപ്പൊ 10 കൊല്ലമായി അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 കൊല്ലമായി എവിടെയെങ്കിലും വർഗീയ കലാപത്തിന്റെ ഒരു ലാഞ്ചന, പോലീസ് വെടിവെപ്പ്, മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? എല്ലാ വർഗീയവാദിയെയും നിലയ്ക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആർജവം ഇടതുപക്ഷത്തിനുണ്ടായി. കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. നാടിന്റെ സമാധാനമാണ് പരമപ്രധാനം. അതുകൊണ്ട് വർഗീയതയുടെ നിറം നോക്കാതെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. ആ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ നാട് സമാധാനാന്തരീക്ഷത്തിൽ മുൻപോട്ട് പോകുന്നത്. ഇത് ഇനിയും തുടരണം.